നമസ്കാരം. കോവിഷീൽഡ് നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, കോവാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് വാക്സിൻ പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയൊക്കെ ഇപ്പോൾ ഹാക്ക് ചെയ്തിരിക്കുന്നു എന്നൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനായി 15 ഹാക്കിംഗ് ക്യാമ്പയിനുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊറോണ രോഗികളുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ വാക്സിൻ ഗവേഷണത്തിന്റെയും ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെയും എല്ലാം വിവരങ്ങൾ, വാക്സിൻ വിതരണ ശൃംഖലയുടെ വിവരങ്ങൾ എന്നിവ മോഷ്ടിക്കുകയാണ് ഹാക്കർമാരുടെ ലക്ഷ്യം. ഇന്ത്യക്ക് പുറമെ ജപ്പാൻ, അമേരിക്ക, ലണ്ടൻ, ഓസ്ട്രേലിയ, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ഹാക്കർമാർ ഇതിനോടകം തന്നെ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കൊപ്പം തന്നെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളും വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫലപ്രാപ്തി കൂടിയ ഇന്ത്യയുടെ വാക്സിനാണ് ആവശ്യക്കാർ കൂടുതൽ. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ചൈനയിലെയും റഷ്യയിലെയും ഹാക്കർമാർ ഇന്ത്യയുടെ വാക്സിൻ നിർമ്മാതാക്കളെ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് വിവരം. അതേസമയം തന്നെ ഇന്ത്യയുടെ വാക്സിൻ മറ്റു രാജ്യങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചൈന വളരെയധികം ഭയപ്പെട്ടിരുന്നു. കൊറോണ വൈറസ് വാക്സിനുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. വാക്സിൻ വികസിപ്പിക്കൽ, നിർമ്മാണം, വിതരണം തുടങ്ങിയ മറ്റ് എല്ലാ മേഖലകളിലും മുന്നിട്ടു നിൽക്കുന്ന ഇന്ത്യക്ക് ആഗോളതലത്തിൽ നടക്കുന്ന കൊറോണ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൽ നിർണായക പങ്ക് വഹിക്കാനാകും. അതേസമയം ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഈ വാക്സിനുകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യഭരണകർത്താക്കൾ നേരിട്ടും കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന കമ്പനികൾക്ക് നേരിട്ടും ഓർഡർ നൽകുന്ന വിധത്തിലുമൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. ബ്രസീൽ, മൊറോക്കോ, സൗദി അറേബ്യ, മ്യാൻമർ, ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം കോവിഡ് വാക്സിൻ നൽകുന്നതിന് അയൽ രാജ്യങ്ങൾക്ക് ആദ്യം എന്ന രീതിയിലാകും ഇന്ത്യ പിന്തുടരുക. നേപ്പാൾ 12 ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകളാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭൂട്ടാൻ 10 ലക്ഷം കോവിഷീൽഡും ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബംഗ്ലാദേശ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. 3 കോടി കോവിഷീൽഡ് വാക്സിനാണ് മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത്. അതേസമയം തന്നെ തൽക്കാലം ചൈനീസ് നിർമ്മിത സിനോഫോം വാക്സിന്റെ ഉപയോഗം നടക്കില്ല. പകരം ഇന്ത്യൻ നിർമ്മിത ഓക്സ്ഫോർഡ് ആസ്ട്രാസെനെക്ക വാക്സിൻ ഉപയോഗിക്കും എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ശ്രീലങ്ക. ശ്രീലങ്കയിൽ 14 മില്യൺ ആളുകളിലാണ് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനെക്ക വാക്സിൻ ഉപയോഗിക്കുകയെന്ന് ഗവൺമെന്റ് വക്താവ് അറിയിച്ചു. ചൈനീസ് വാക്സിനായ സിനോഫാം 3ാം ഘട്ട ക്ലിനിക്കൽ പരിശോധനകളൊന്നും തന്നെ പൂർത്തിയാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ് ശ്രീലങ്ക ഈ ഒരു തീരുമാനമെടുത്തത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ വാക്സിനായി പല രാജ്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ ചൈനയും റഷ്യയും ഇതിനെ പ്രതിരോധിക്കാനായി ശ്രമിക്കുകയാണ്.